ഒരു സൈഡിൽ മൊത്തം നമുക്ക് അത്യാവശ്യം നല്ല താഴ്ചയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കെയർ ചെയ്യണം. റോഡിൻ്റെ വീതി കുറവാണ്. ലെഫ്റ്റ് സൈഡിൽ ആണെങ്കിൽ കൂടുതൽ ഒതുക്കി കൊടുക്കാനായിട്ട് നിൽക്കരുത്. കാരണം ഒന്ന് തന്നെ കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴോട്ടങ്ങ് പോകും. വലിയ ആഴമൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ ഇഞ്ചുറി പറ്റാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മുൻകരുതലായിട്ടൊക്കെ എടുത്തോളാം. ഓവർ സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു നൈസ് താളത്തിൽ തുടങ്ങി വരുന്നതായിരിക്കും ഏറ്റവും സേഫ്. ഇത് വളവല്ലേ? വേണ്ട, ഇവിടെ ഇരി. ഇതൊന്ന് ചോദിച്ച് കുടിക്കുക. കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റും കഴിച്ച്, പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് 1 ലിറ്ററിൻ്റെ ഒന്നും പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടത്തില്ല. അത് വെള്ളമായാലും 7up ആയോ സ്പ്രൈറ്റ് അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് കിട്ടത്തില്ല. ഒന്നുകിൽ ക്യാൻ മേടിക്കാം, അല്ലെങ്കിൽ 5 ലിറ്ററിൻ്റെ ബോട്ടിൽ മേടിക്കാം. അത് നമ്മളെ നല്ല രീതിയിൽ തന്നെ വലയ്ക്കുന്നുണ്ട്. മനസ്സിലായല്ലേ? അതാണ് ഇപ്പോൾ ഒരു നിലവിലുള്ളൊരു ചെറിയ പ്രശ്നമെന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അവിടെ ആണെങ്കിൽ സൈഡ് വേള 2-3 ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. ഇവർ പബ്ലിക്കായിട്ടൊന്ന് വെള്ളം അടിക്കുകയാണ് കേട്ടോ. പബ്ലിക്കായിട്ടൊന്ന് വെള്ളം അടിക്കുകയാണ്. ഇവർക്ക് എന്താണ് പോലീസും കാര്യങ്ങളും ഒന്ന് ചോദിക്കുക പറയുകയൊന്നും ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഓപ്പണായിട്ട് ഇത്രയും ആൾക്കാരുള്ള സ്ഥലത്തിരുന്നാണ് അവരത്തെ അത്രയും നേരം വെള്ളം അടിക്കുന്നത്. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയർ, ലിക്കറും എല്ലാം ഉണ്ട്. ഈ കടയിൽ നിന്ന് സോഡയും വെള്ളം എല്ലാം മേടിച്ചിട്ടാണ് അവരവിടെ നിന്ന് അടിക്കുന്നത് തന്നെ. പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അടിച്ച് ഫിറ്റായി കഴിഞ്ഞാൽ അവരെന്താ കാണിക്കുന്നത് അറിയാനും പറ്റത്തില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് വരയ്യടിയോ വരയടി എന്നാണ് എഴുതിയിരിക്കുന്നത്. വരങ്ങനെ വരയടി എന്നാവും. വരയടി. എന്തായാലും നിങ്ങൾ പേര് കണ്ടല്ലോ, അതാണ് സ്ഥലത്തിൻ്റെ പേര്. ഒരു വയ്യയുടെ കുറവുണ്ട്. വയ്യ ഉണ്ടായിരുന്നെങ്കിൽ വരയടി എന്ന് വയ്ക്കായിരുന്നു. ആ സ്ഥലമാണിത്. അപ്പോൾ ആ സ്ഥലത്തുള്ള ആൾക്കാരാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇത് കള്ള് കാര്യങ്ങളൊക്കെ കുടിച്ചൊക്കെ ചെയ്തത്. അതിന് കുഴപ്പമില്ല, നല്ലൊരു വ്യൂവും കൂടെ കിട്ടി. നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കാം. അവന്മാർക്കാണെങ്കിൽ നല്ലൊരു വ്യൂ കണ്ടുകൊണ്ടിരുന്ന് വെള്ളം ഒടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് തണുപ്പില്ല, ഒട്ടും തന്നെ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ല. വെയിലിൻ്റെ ഒരു ചെറിയ ഇളം ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോർമലായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു രാവിലത്തെ ഒരു ഇതില്ലേ, ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12:30 12:30. പക്ഷെ നമ്മുടെ നാട്ടിൽ രാവിലത്തെ ഒരു 10 മണി സമയമൊക്കെയില്ല. ആ ഒരു സമയത്തുള്ള ഒരു ഫീലാണ് നമുക്ക് ഇവിടെ 12:30 നമുക്ക് കിട്ടുന്നത്. അത് വലിയ കാര്യം. കാരണം ഇത്രയും നേരം നമ്മൾ എൻ്റെ ഭഗവാനി റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് വലിയ ടാസ്കാ. ആ സ്ഥലമൊക്കെ കണ്ട, ആ സ്ഥലമൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ സൈഡിലാണെങ്കിൽ ഈ ചെടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരു കിടിലം വ്യൂ കിട്ടിയാനെ. അത് ഫ്രണ്ട് നേരെ നോക്കിയാലറിയാം. പക്ഷെ ഇതൊക്കെയാണ് നമുക്ക് ഇന്ത്യയിൽ തന്നെയാണോ ഇങ്ങനെയുള്ള സ്ഥലം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇത് ഇന്ത്യയിലാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെമ്മരിയാടിൻ്റെ ഒരു ഫാമുണ്ട്. അവിടുന്ന് ആ ഫാമിലുള്ള ചെമ്മരിയാടുകൾ അവിടെ മെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെമ്മരിയാടിനെ നമുക്ക് ഈവനിൽ നമുക്ക് കാണാം. ചെമ്മരിയാടിനെ ഷീപ്പ് ഇതാ വഴിയിലൊരു കുതിര, കെട്ടും പൂട്ടും ഒന്നുമില്ല. ചെമ്മരിയാടുകളാണ് താഴെ മേയുന്നത്. ആ ചെമ്മരിയാടുകൾ മേയുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. 4 മണിക്കാണ് ഈ മേയാൻ നിൽക്കുന്ന ചെമ്മരിയാടുകൾ തിരിച്ച് കൂട്ടിക്കയറുന്നത്, തിരിച്ച് ഫാമിലോട്ട് വരുന്നത്. ആ 4 മണിക്ക് അവിടെ പോയിട്ട് നമുക്ക് ചെമ്മരിയാടിനെ അടുത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇതേപോലെ റോഡ് ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൂരം നിന്ന് കണ്ടിട്ട് കാര്യമില്ലല്ലോ. അവിടെ നമ്മൾ നേരെ ക്ലാവരയിലോട്ട് പോവുകയാണ്. ക്ലാവരയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാം. ആദ്യം ഷീപ്പിൻ്റെ ഫാമിൽ കയറുന്നില്ല. ഷീപ്പിൻ്റെ ഫാമിൽ കയറി കഴിഞ്ഞാൽ ക്ലാവരയിലെടുത്ത് നമുക്ക് ചെമ്മരിയാടിനെ കാണാൻ പറ്റത്തില്ല. പിന്നെ ക്ലാവര വരെ പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചെമ്മരിയാട് കൂട്ടിക്കയറുന്ന ഒരു സമയം കഴിഞ്ഞെന്നും ഇരിക്കും. അപ്പം 4 മണിക്ക് ചെമ്മരിയാട് കൂട്ടിക്കയറുന്ന ആ ഒരു സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെമ്മരിയാടിനെ തൊട്ടടുത്ത് കാണാൻ പറ്റും.
മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ക്ലാവരയിലോട്ടാണ്. ഇവിടുത്തെ 14 കിലോമീറ്ററാണ് ക്ലാവരയിലോട്ടുള്ളത്. ഇത് മന്നാവണ്ണൂർ. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ്, വലത്തോട്ട് 2 കിലോമീറ്റർ പോയി കഴിയുമ്പോഴാണ് മന്നാവണ്ണൂർ എത്തുന്നത്. ഈ മന്നാവണ്ണൂരാണ് ഈ ഷീപ്പിൻ്റെ ഫാം ഉള്ളത്. മനസ്സിലായില്ലേ? പശുവൊക്കെ ആണെങ്കിൽ റോഡിൽ കൊമ്പും കുലുക്കി കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പശുവല്ല, കാളയാ. അതിൽ അകിടില്ലല്ലോ ഇനി. അപ്പ പൊടി അശ്ലീലം പറയുന്നു. എല്ലാ കാളയ്ക്കൊന്നും കൂനില്ല. ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നമ്മൾ നേരെ കിലാവരയിലോട്ട് പോവുകയാണ്. കിലാവരയിലോട്ട് പോയിട്ടാണ് നമ്മൾ തിരിച്ചു വരുള്ളൂ. തിരിച്ചു വരുമ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നല്ല, നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്നാലേ നമ്മുടെ ടൈം ഒരു ഇതായി പോകത്തുള്ളൂ. നമുക്ക് എല്ലാ കാണുന്ന സ്ഥലത്തെല്ലാം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ഇത്രയും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കിളാവരയിലോട്ട് പോകണം. ആദ്യം നമുക്ക് പൂപ്പാറ വില്ലേജിൽ പോകണം. പൂപ്പാറ വില്ലേജിൽ പോയിട്ട് കൂഗിൾ കണ്ടിട്ട് നേരെ അങ്ങ് കിളാവരയിലോട്ട്, അതായത് കിളാവരയിലോട്ട് പോവാം. അവിടുന്ന് തിരിച്ച് റിട്ടേൺ വരുന്ന വഴിക്ക് ഇതെല്ലാം കണ്ടു വന്നു കഴിഞ്ഞാൽ എല്ലാം അതിൻ്റേതായ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ല അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഓർഡർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷീപ്പിനെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ 1-2 എന്താ പറയുക, ഒരു പോരായ്മകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ക്ലാവരയിലോട്ട് പോകുന്ന റൂട്ടാണ്. കൊടൈക്കനാലിൽ നിന്ന് ക്ലാവരയിലോട്ട് പോകുന്ന ആ ഒരു റൂട്ടിലുള്ള കാഴ്ചകളാണിത്. ഇവിടെ ഏക്കർ കണക്കിനാണ് കൃഷിഭൂമികൾ കിടക്കുന്നത് കേട്ടോ. ഈ ഒരു തണുപ്പ് കാലാവസ്ഥയിൽ കിളിർക്കുന്ന എല്ലാവിധ ഐറ്റംസും ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഇവിടെ ആപ്പിൾ മരമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് എവിടെയാണെന്നറിയാൻ വേണ്ടി. ഇതൊരു ഹെയർ പിൻ ബെൻഡായിരുന്നു കേട്ടോ. ഇത് 2ാമത്തെ ഹെയർ പിൻ ബെൻഡാണ്. ഒരെണ്ണം ഇറങ്ങുകയും ചെയ്ത്, ഇപ്പോൾ ഒരെണ്ണം കയറുകയും ചെയ്തു. ആ പടം ഒരു ഹെയർ പിൻ ഉണ്ട്. അതിവിടെ കുറേ ടെൻ്റൊക്കെ ഉണ്ട്. ടെൻറ്റ് നോക്കിക്കൊണ്ട് പോയി ഇപ്പോൾ ഞാൻ റോഡിനപ്പുറത്തോട്ട് പോയേനെ. ഈ വളവിലൊന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോകരുത് കേട്ടോ. വണ്ടി കയ്യിൽ നിന്ന് പോകും കേട്ടോ. ആ ടെൻറ്റ് നോക്കി വളവിൽ ടെൻറ്റ് നോക്കിക്കൊണ്ട് പോയത്, വണ്ടി ഇപ്പോൾ നേരെ അങ്ങ് പോയേനെ. ഇത് നീ അല്ലൂടെ പറഞ്ഞു അത് മൊത്തം മഞ്ഞാന്ന്. അത് ഇലയുടെ കളറാണ്. അത് വെളുത്ത കളർ കണ്ട. ഇവിടെ മഞ്ഞ്. കവുഞ്ഞി. ഇത് കവുഞ്ഞി എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശമാണ്. വളരെ മനോഹരമായൊരു ഗ്രാമമാണ് കേട്ടോ. കാണുമ്പോഴേ നമുക്ക് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു മലനിരകളും കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ട് വളരെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ നമുക്ക് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ എന്താണ് ചെറിയ 1-2 റൂമുകളൊക്കെ ഉള്ള ചെറിയ വുഡിൻ്റെ ഇതുണ്ട്. പിന്നെ ടെൻറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കാനായിട്ട്. അതുകൊണ്ട് അവിടെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതൊക്കെ ടെൻറ്റുകളാണ്. നമുക്ക് റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞു നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പാണ് ഇരിക്കുന്നതൊക്കെ. ടെൻറ്റുകളും അവർ ചെറിയ 1-2 മുറികളുള്ള ആ വീടുകളുമൊക്കെ. നാക്കുളുക്കുന്നത് ഈ ചെറിയൊരു തണുപ്പ് വന്നുകൊണ്ടാണ്. ഇടയ്ക്ക് നാക്കുളുക്കുന്നുണ്ട്, അത് കാര്യമാക്കണ്ട. പച്ചപ്പെന്ന് പറഞ്ഞ് ഇതൊക്കെയാ പച്ചപ്പ്. കേരളത്തിൻ്റെ ഹരിതാപമായ ഒന്നുമല്ല, തമിഴ്നാടിൻ്റെയാണ് ശരിക്കും ഹരിതാപകം അല്ലേ? അങ്ങനെയല്ലേ പറയാ? ഹരിതാപം എന്തുകൂടി പറയുന്ന ഹരിതാപം. ഹരിതാപം, ഹരിയുടെ താപം. പച്ചപ്പ് നമുക്കത് മതി. കേലുവണ്ടികൾ ഇന്നലെ കേലുവണ്ടികളൊന്നും കണ്ടില്ല കേട്ടോ. പക്ഷേ വില്ലേജിലോട്ട് വന്നപ്പോൾ ഒരുപാട് കേലുവണ്ടികളുണ്ട്. കേരളത്തിൽ നിന്ന് കിടക്കുന്ന വണ്ടികളാണ്. ഇവിടെ നിൽക്കുന്നതും കിടക്കുന്നതും എല്ലാം കേരളത്തിൽ നിന്നുള്ള വണ്ടികളാണ്. ഉണ്ടാവും. അങ്ങനെ നമ്മൾ പൂണ്ടി എത്തിയിരിക്കുകയാണ് ഗായ്സ്. പൂണ്ടി നമ്മളങ്ങനെ പൂണ്ടിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇറങ്ങുക. അതായത് ഗൈസ് നമ്മളങ്ങനെ പൂണ്ടിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് പൂണ്ടിയുടെ ഭാഗമൊക്കെയാണ്. ഇവിടെ വിജയണ്ണൻ്റെ മറ്റേ പാർട്ടിയുടെ ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ വെച്ചിരിപ്പുണ്ട് കേട്ടോ. ഇത് നമുക്ക് പൂണ്ടിയുടെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങി പോകണമെന്നുണ്ട്. ഞാൻ നോക്കട്ടെ. ഭാഗമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു കൃഷി രീതി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. കൃഷി രീതി എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്ന ആ ഒരു സ്റ്റൈല് കാരണം കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള
നല്ല ആൾക്കാർ കാണുമ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷേപ്പിലൊക്കെയാണ് ഓരോരോ കൃഷികളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കാണാൻ നല്ല രസമാണ്. ഇതുണ്ടോ എൻ്റെ ഫ്രണ്ടിലോട്ട് കണ്ടോ? ഇത് ഇവിടുത്തെ ഒരു കൃഷി രീതിയാണ്. കൃഷി രീതി എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. എന്നാൽ ഭയങ്കര ഡെക്കറേഷൻ രീതിയിലാണ് ഇവർ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നെ, അത് നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ടോ എൻ്റെ ഫ്രണ്ടിലോട്ട് കണ്ടോ തട്ട് കണ്ടോ? ഇങ്ങനെ തട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഉണ്ടോ? വലിയൊരു മലയാണത്. അതുകൊണ്ട് അത് വലിയൊരു മലയാണ്. ആ മലയാണെങ്കിൽ വെട്ടി തട്ടാക്കി ഓരോ തട്ടിൽ സ്റ്റെപ്പ് പോലാക്കി. ഇവനൊക്കെ എന്തോ ചെയ്യാനാ ഭഗവാനെ, ഇപ്പൊ ഇടിച്ച് കൊന്നാനേ അവൻ. മാനത്തോട്ട് നോക്കിക്കൊണ്ട് വന്ന് എൻ്റെ വണ്ടിയുടെ വരെ വന്നേ കള്ളപ്പന്നി. മല ഇങ്ങനെ കട്ട് ചെയ്ത് തട്ടാക്കി അവിടെയൊക്കെ ഓരോരോ കൃഷികളാണ് ചെയ്യുന്നത്. ഭയങ്കര ഭംഗി ഇത് കാണാൻ തന്നെ കേട്ടോ. സ്ഥലം ഇവിടെ കിടക്കുന്നത്, നമ്മളെ കൂടെ ബ്ലോക്ക് ആക്കേണ്ട കാര്യമുണ്ടോ? ഇച്ചിരി മുമ്പോട്ട് പോകും. ബൈക്കായതുകൊണ്ട് ക്ലാവര എന്ന് പറയുന്നത് കൊടൈക്കനാൽ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു സ്കൂളാണ്. സ്കൂളിലെ പിള്ളേർ ഇവിടെ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇവർക്ക് വെയിൽ കാണുമ്പോൾ കൂടുതൽ സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം രാത്രി കിടന്ന് തണുത്ത് പറക്കാനുള്ള ആണല്ലോ. അതുകൊണ്ട് ഈ വെയിലത്ത് കണ്ട വെയിൽ കായുന്നുണ്ട്. അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഇത് വെയിൽ കായുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്ക് ഈ വെയിൽ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. നമുക്കിങ്ങനെ വരണ്ടിരിക്കുന്ന സമയത്ത് ഈ മഴയും തണുപ്പും ഒക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ആ ഒരു അവസ്ഥയാണ് ഇവർക്ക്. അപ്പോൾ നമ്മളിപ്പം ക്ലാവര എന്ന് പറയുമ്പോൾ ഇപ്പം ഏറ്റവും എൻഡിലാണ്, കൊടൈക്കനാലിലെ ഏറ്റവും എൻഡ് ഭാഗമാണ്. ഇപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെയും കാണാതിരിക്കുന്നത്. എവിടെ ചെന്നാലും നമുക്ക് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ വഴി ഇവിടെ ഡെത്ത് എന്താണെന്നാണ് തോന്നുന്നത്. ഇവിടെ വഴി അപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ അമ്പലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ നമ്മുടെ ഈ ഒരു കൊടൈക്കനാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ ഇപ്പോൾ 12 കിലോമീറ്റർ ഈ ക്ലാവര ഭാഗത്ത് ഏത് ഭാഗത്ത് ആ വഴി എന്നറിയാൻ വയ്യ. അവിടുന്ന് ഇപ്പോൾ 12 കിലോമീറ്റർ കാട്ടിനകത്തൂടെ, അത് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന കാട്ടിനകത്തൂടെ പോയി കഴിഞ്ഞാൽ അതൊക്കെ മൂന്നാറിലെ വട്ടവടയിലെത്താൻ പറ്റും. ഇപ്പോൾ വട്ടവടയിലും എത്തണമെങ്കിൽ കാട്ടിനകത്തൂടെ പോകണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാട്ടുപാത തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആ വഴി കൂടെ നിലവിലത്തെ സാഹചര്യത്തിൽ വണ്ടികളൊന്നും കയറ്റി വിടുന്നില്ല. ആ റോഡ് അടച്ചു. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അപ്പോൾ പിന്നെ നമുക്ക് 12 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മൂന്നാറെത്തായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാവരയിലാണ്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിൽ വരെ എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട കാഴ്ചകളാണ്. എല്ലാം കൃഷി തന്നെയാണെങ്കിലും അത് എല്ലാം വ്യത്യസ്തമാണ്. അവിടുത്തെ അവർ കാണാനുള്ള ഭംഗി വ്യത്യസ്തമാണ്. വന്ന് കണ്ട് തന്നെ അത് ആസ്വദിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ വിചാരിക്കും പൂപ്പാറ തൊട്ട് ക്ലാവര വരെ കൃഷിയിടങ്ങളല്ലേ, ഇതെന്തിനാണ് വന്ന് കാണുന്നത്. പക്ഷെ നിങ്ങൾ വന്ന് കാണണം. അതിപ്പോൾ എങ്ങനെയാണ് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കുക. യാത്രയോട് ഈ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. എല്ലാവർക്കും അത് മനസ്സിലാവത്തില്ല ആ ഒരു ഫീല്. ഇത്ര ഇപ്പോൾ ഉണ്ട്. കുതിരയുടെ ചവിട്ട് കൊള്ളാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളെന്തായാലും ചാടി പോകുന്നുണ്ട്. അമ്മേ
ഒരു വിധത്തിൽ ഇതാക്കി. കുതിരയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവറ്റകളാണെങ്കിലേ പുറംകാല് കൊണ്ട് ചവിട്ടിക്കളയും. ചവിട്ടിക്കഴിഞ്ഞാൽ വീഴും.